Hello everyone, I am Mahima Simon. Welcome to Mahima's cooking class. In this video, I will share a cake. December time, I will cake in a demand. Cake orders Christmas gift cake use cake. Cake butter cake, vanilla butter cake. Okay, I will take a bowl. This is maida. 1.5 cup maida. Maida is 1.5 teaspoon baking powder. Mix it. Wire whisk mix it. Clean maida definitely this magic. Egg separate. Butter cake I prefer egg separated. Some cakes we bake separate cake. White yolk separate. Separate. Egg separator is separate. Cherry motte aanengila nikku oru 4 motteyku vekka ട്ടോ. അപ്പോൾ white yolk നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. yolk അങ്ങ് മാറ്റി വെക്കാം. white നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. Egg white beat a prim certificate, the patram nalla clean arikana. Uttum butter and mayamo, vella mayamo, padilla, clean bowl eduka, and I take exit it on the night beat. Butter and maya kondangilla, egg beat out the night beat out the la. Pada certificate. We will stiff beat it. Then we will check this egg whites beat it. It should have a bowl. Butter. I will take 175 grams butter. That's 1.5 cup powdered sugar. Finite podichita, arichedka. Okay, along powdered sugar, one of my can get other way. Chalamadi. In it, it's a night beat it. Night a cream jedka. Powder same beater and I use it. And night a cream jedka. Cream jam by low speed because powdered sugar might get to park. Low speed, gradually speed. On the sides, scrape clean. Side the sugar dissolved. Mix the sides and scrape. Fluffy eye. This stage, egg yolks add. 3 egg yolks use and salt. Unsalted butter salt. 1 teaspoon vanilla essence. This is cream cheese. This is
നമ്മൾ ടച്ച് ചെയ്ത് ഒന്ന് കുറച്ചെടുത്ത് നോക്കി കഴിയുമ്പോൾ സ്മൂത്ത് ആയിരിക്കണം, ആ ഷുഗറിൻ്റെ തരി ഫീൽ ചെയ്യല്ല, അതുവരെ അതുപോലെ സ്മൂത്ത് ആക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുപാൽ, ഇപ്പോൾ 1/2 കപ്പ് ചൂടുപാൽ എടുത്തേക്കുന്നത്, ചെറിയ ചൂടുപാൽ കേട്ടോ, അതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ചേർക്കുക, ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. ബാക്കിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം നല്ല ക്രീമി, നല്ല ഫ്ലഫിയ ടെക്സ്ചറാണ്, നല്ല ഇങ്ങനെ പതഞ്ഞ് കാണുമ്പോൾ അറിയാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് മൈദ ആഡ് ചെയ്യാം. മൈദയും മുട്ടയും കൂടെ ഓൾട്ടർനേറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റുക. മൈദ കുറച്ച് ആഡ് ചെയ്തു. ഫോൾഡ് ചെയ്തെടുക്കുക. ഒത്തിരി ടൈറ്റാന്ന് തോന്നുമ്പോൾ നമുക്കിപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്യാം. എഗ് വൈറ്റ് ഇതേപോലെ ഫോൾഡ് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ ഇളക്കിയതിൻ്റെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് എയർ കളയരുത്. ബാക്കിയുള്ള മൈദ മൈദ ഫുള്ളി കമ്പൈൻഡായി. ഇനിയും നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി എഗ് വൈറ്റും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 8 ഇഞ്ച് പാനിലേക്ക് ഒഴിക്കാം. ഇതേപോലെ വേണമെങ്കിൽ ബട്ടർ പേപ്പർ ലൈൻ ചെയ്യാം കേക്ക് ടിന്നിൽ, ഇല്ല എങ്കിൽ കേക്ക് ടിൻ എടുക്കുക, അതിനകത്തേക്ക് ഇച്ചിരി ബട്ടർ അപ്ലൈ ചെയ്യുക, കുറച്ച് ഫ്ലവർ ഡസ്റ്റ് ചെയ്യാം, അങ്ങനെ ചെയ്താലും മതി. ഞാൻ ലൈൻ ചെയ്ത് ടിന്നിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ ഒരു 8 ഇഞ്ച് പാനിൽ ഇത് ഒഴിച്ചു. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം ഇത് വെച്ച് കേക്ക് വെച്ച് ഒരു 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് അവനിലിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 30-35 മിനിറ്റ്സായി. ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു വുഡൻ സ്ക്യൂവേഴ്സോ ടൂത്ത് പിക്കോ എല്ലാം നടുക്ക് പ്രിക്ക് ചെയ്യുക. അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും മാറ്റി വെക്കണം. നന്നായിട്ട് കൂളായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ കേക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ഐസിങ് ചെയ്യുന്നുണ്ട് അപ്കമിങ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് വാച്ച് ചെയ്യുക. ഇത് ഐസിങ് ഇല്ലാണ്ട് കഴിക്കാനും നല്ല കേക്കാണ്. നല്ല വെരി സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അങ്ങനെ കഴിക്കാനും നല്ലതാണ്. ഐസിങ് വേണ്ടവർക്ക് അടുത്ത എപ്പിസോഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐസിങ്ങും കാണാം. അപ്പം സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.
താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.